സ്തോത്രം 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 സ്തോത്രം. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. കേടാകറ്റും നമ്മ നീടാർന്ന നായക, കേടാകറ്റും നമ്മ നീടാർന്ന നായക, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിത്യവും. ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ, ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ, അന്തികൻ രമ്യമാക്കുന്നു പരമേശ, അന്തികൻ രമ്യമാക്കുന്നു പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് ഞാനും സുഖേനെ വാഴുന്നു പരമേശ, ഞാനും സുഖേനെ വാഴുന്നു പരമേശ, പാടും നിത്യവും പരമേശ, പാടും നിത്യവും. ദൈവാലയത്തിൽ നിന്നു എന്നുള്ള ഓ പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും പരമേശ, പാടും നിനക്ക് നിത്യവും. കേടാകറ്റും നമ്മ നീടാർന്ന നായക, കേടാകറ്റും നമ്മ നീടാർന്ന നായക, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. സ്നേഹക്കൊടി എനിക്കു നീതേ വിരിച്ചു പ്രിയ, സ്നേഹക്കൊടി ഞാനും സുഖേനെ വാഴുന്നു പരമേശ, ഞാനും സുഖേനെ വാഴുന്നു പരമേശ, പാടും നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് പരമേശ, പാടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് കരുണ ചെയ്തത് കൊണ്ട് നമുക്കൊന്നിച്ച് കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാകുന്നതിനാൽ കർത്താവിന് മഹത്വം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൂരത്തിരുന്ന് ഇത് ശ്രവിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇച്ചിരുടെ ഓളിയും എനിക്ക് രാവിലത്തെ അത്ര ഒരു സുഖം വരുന്നില്ലല്ലോ. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. പത്രോസിൻ്റെ 2-ാം ലേഖനം ഏതാണ്ട് പത്രോസ് മരണസമയത്തോട് അടുക്കുന്ന കാലത്താണ് ഈ ലേഖനം എഴുതുന്നത്.
ഏതാണ്ട് AD 64 കാലയളവിൽ ഇത് എഴുതിയെന്ന. അപ്പോൾ പത്രോസ് ഏതാണ്ട് മരണത്തോടൊക്കെ അടുക്കുന്നതിൻ്റെ മരണസമയങ്ങളൊക്കെ തനിക്കൊരു ചെറിയ, എൻ്റെ ഭാഷ പറഞ്ഞ മരണത്തെ പറ്റി ഒരു മണമടിച്ചു. അങ്ങനെ ദൈവമക്കൾക്കുണ്ടാകും. ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൃത്യം ടൈം അറിയത്തില്ലെങ്കിലും ഒരു മരണത്തിൻ്റെ മണമടിക്കും. അപ്പോൾ അവരുടെ സംസാരങ്ങളും രീതികളും ചെയ്വനുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർ പറയത്തില്ല, ചിലർ പറയും. ചിലർ ചുമ്മാ ഇരുന്ന് പറയാം, ഞാൻ ഈയിടെ ചാകും, 50 കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്, പോകാനും വല്ല പോവുകയില്ല. പിന്നെ ചിലർ പറയത്തില്ല, പക്ഷെ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം. പത്രോസ് പറഞ്ഞല്ലോ, എൻ്റെ കൂടാരം പൊളിയുവാൻ അടുത്തിരിക്കുന്ന. അപ്പോൾ എൻ്റെ കൂടാരം പൊളിയുവാൻ അടുത്തിരിക്കുക, ഏതാണ്ട് മരണത്തോടടുക്കുക. ആ സന്ദർഭത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഇത് എഴുതാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രാവിലെ ചിന്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചിലർ ചോദിക്കുന്നു. 2, സ്വന്തം മോഹത്തിന് വശംവദരായി പരിഹാസികൾ ധാരാളം എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ അന്ത്യകാലത്ത് പരിഹാസികൾ പരിഹാസത്തോടെ വരുന്നു. പരിഹാസമാണ്. അപ്പൊ 2 കാര്യമാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചിലർ ചോദിക്കുന്നു. 2, പരിഹാസികൾ രംഗത്ത് വന്നിരിക്കുന്നു. ആ പരിഹാസികളുടെ ഒരു പ്രകൃതി സ്വന്തം മോഹത്തിൽ അനുസരിച്ച അവനവൻ്റെ ഇഷ്ടം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം അവിടെ ഒരു നായർ തറവാടുണ്ട്. അപ്പം 4 മണി വിട്ട് പോരുമ്പോഴേ പിള്ളേർ പേരയ്ക്കായും ഓലോലിക്കായും ഗ്ലോബിക്കാന്നൊക്കെ ഞങ്ങളുടെ അവിടെയും പറയും. അപ്പോൾ ഇത് തല്ലിപ്പറിക്കുകയൊക്കെ ചെയ്യും. അപ്പം അവർ അവിടുത്തെ അപ്പച്ചൻ ഓടിക്കും, പിള്ളേരല്ലേ. അപ്പം അവിടെ വേറൊരു ഒരു ഒരു അത് കഴിക്കാൻ കൊള്ളുകയില്ല, ഒരു മരത്തിലൊരു തരം കായ. അപ്പം ഇപ്പോഴും ഓർക്കുന്നു, അത് ചോദിച്ചാൽ അതെന്തോ കായ. അപ്പം ഈ അപ്പച്ചൻ അരിശൻ കയറി പറഞ്ഞു, അത് അവനോൻ കായാന്ന്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പിള്ളേർ ചോദിച്ചു, അപ്പച്ച ഇത് എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചൻ, അത് അവനോൻ കാ. ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതെന്നാ സാധനമാണെന്നറിയാൻ മേല, അവനോൻ കാ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം നിൽക്കുക. അപ്പം ഇത് മനസ്സിലാക്കിയാണ് പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. തന്നെയുമല്ല, 2-ാം അധ്യായം പഠിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും ഉണ്ട്. 2 കക്ഷികൾ. 1 കള്ളപ്രവാചകൻ, 2 ദുരുപദേഷ്ടാക്കന്മാർ. ഇതെവിടെ ഉണ്ടാകുമെന്നാ? നിങ്ങളുടെ ഇടയിൽ. സ്തോത്രം. ആരുടെ ഇടയിൽ? സഭയ്ക്കകത്തുണ്ടാകുമെന്നായി പറഞ്ഞു. വെളിയിലത്തെ കാര്യമല്ല. വിലയേറിയ വിശ്വാസം ലഭിച്ചവരോടായി പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഈ 2 ഗ്രൂപ്പുകാർ വരും. ആരാ? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും. നമ്മൾ ഓർക്കുന്നത് പുറത്താണ്, പുറത്തല്ല, അകത്താണ്. കള്ളപ്രവചനം പറയുന്നവരും ദുരുപദേഷ്ടക്കന്മാരും നിങ്ങളുടെ ഇടയിലുണ്ടാകും. പൗലോസ് എഫെസോസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മൂപ്പന്മാര് മിലേത്തോസിൽ നിന്ന് മൂപ്പന്മാരെ എല്ലാം വിളിച്ച് കൂട്ടിയേച്ച് പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ പോവാ, നിങ്ങളാരും ഇനി എൻ്റെ മുഖം കാണുകയല്ല. പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അപ്പം നിങ്ങളുടെ ഇടയിലെ കാര്യമായി പറഞ്ഞത്. എഫെസോസ് സഭയോടാ പൗലോസ് പറഞ്ഞത്. സഭയ്ക്കകത്ത് ദുരുപദേശം പ്രസ്താവിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാർ എഴുന്നേക്ക് വന്ന് സൂക്ഷിച്ചോണം സഭ. ഞാൻ രാവിലെ ഒന്ന് സൂചിപ്പിച്ചു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത പ്രവചനമൊക്കെ പറയും. ദൈവം പറഞ്ഞതാണ് പറഞ്ഞ്. മനസ്സിലായോ? പ്രവചനമേ അവിടെ അത് വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്, ചില വിഷയങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞതാ, പെന്തിക്കോസുകാരനല്ല, പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് പെന്തിക്കോസുകാർക്ക് ഒത്തിരി മുണ്ടുണ്ടല്ലയോ?
അപ്പം എനിക്ക് ആദ്യം പിടികിട്ടില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആ കൂടുതൽ മുണ്ടോ? പിന്നെ ബന്ധനമുണ്ട്, ക്ലേശമുണ്ട്, രോഗമുണ്ട്, പോരാട്ടമുണ്ട്. നമുക്കിഷ്ടം പോലെ നമ്മളെല്ലാം മുണ്ടുമായിട്ടാ. ഞാൻ പ്രവചന ശുശ്രൂഷയ്ക്കെതിരല്ല, ആ ശുശ്രൂഷയെ ആദരിക്കുന്നു. മാന്യമായിട്ട് ദൈവകൃപയിൽ ആ ശുശ്രൂഷ ചെയ്യുന്നവരെ ബഹുമാനിക്കുന്നു. പ്രവചനം കേൾക്കാറുണ്ട്. പ്രവചന ശുശ്രൂഷയെ അങ്ങേയറ്റം ആദരിക്കുന്ന ആളാ. പക്ഷേ കള്ളപ്രവാചകന്മാരെയും കള്ളപ്രവചനത്തെയും സൂക്ഷിച്ചോണം. നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പം വരും. നിങ്ങളുടെ വീട്ടിൽ ആരും വരരുതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ വളരെ സൂക്ഷിച്ചോണം. വളരെ നന്നായിട്ട് സൂക്ഷിക്കണം. എന്തിനായി വരുന്നത്, ആരായി വരുന്നത്, വളരെ സൂക്ഷിക്കണം. അവിടെ കൂടോത്രം വെച്ചിട്ടുണ്ട്, ഇവിടെ തകിടിരിപ്പുണ്ട്, അവിടെ കുപ്പിക്കകത്ത് കോർക്കിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നീ അതൊന്നും കേട്ട് ഇളകരുത്. അങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് വിളിച്ചേക്കണം, ഞങ്ങളുടെ പാസ്റ്ററേയും കൂടെ ഒന്ന് വിളിക്കാം, പുള്ളിയും കൂടെ വന്ന് നമുക്ക് ഒന്നിച്ച് ആ ബന്ധനം അങ്ങ് തന്നെ ഇരുന്ന് അഴിച്ച് കുഴയരുതേ. സ്തോത്രം. ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. അപ്പൊ രണ്ട് ടൈപ്പ് ആൾക്കാർ, കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. ഇവരെ എങ്ങനെ പിടികിട്ടുന്നത്? അത് നന്നായിട്ട് വിവേചിക്കണം. പിടികിട്ടാനുള്ള ഒരു മാർഗം പറയാം. അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. പ്രവചിക്കാൻ വരുന്ന ആള് സഹോദരങ്ങളോട് മിണ്ടുകയല്ല, അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയല്ല, അപ്പനെ അമ്മയെ അനുസരിക്കത്തില്ല, അയലത്തുകാരോട് മിണ്ടുകയല്ല, സഹോദരങ്ങളുമായിട്ട് കൊമ്പ. അത് ദൈവികമല്ല. ഇനി എന്നാ പ്രവചനം പറഞ്ഞാലും. മനസ്സിലാകുന്നുണ്ടോ? മറുഭാഷ പറയുന്ന ആളും ഈ വിധത്തിൽ വഴക്കും പുക്കാറും അയലത്തുകാരോടും സഹോദരങ്ങളോടും മാതാപിതാക്കളോടും വേണ്ടപ്പെട്ടവരോടും മിണ്ടാതെ പിണങ്ങിയും ഒക്കെ ഇരിക്കുന്നെങ്കിൽ അത് ദൈവികമല്ല. വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയുന്നത്. പ്രവചനം നടത്തുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മീക ഫലമില്ലെങ്കിൽ ആ പ്രവചനം ദൈവത്താൽ വരുന്നതല്ല. അന്യഭാഷ പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മീക ഫലമില്ലെങ്കിൽ അത് ദൈവം കൊടുത്തതല്ല, പിശാച. എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്നെ മുതുപിശാചി ചുറ്റിച്ചോണ്ട് നടക്കുക. ഇനി ഇത് കൂടുതൽ അങ്ങനെ ഞാൻ പറയാം. നമ്മൾ പറയും ഭയങ്കര മറുഭാഷയാണ്, ശാസിക്കുന്നു, ഫൽസിക്കുന്നു, പ്രവചിക്കുന്നു, കണ്ണടച്ചോണ്ട് എന്തെങ്കിലും കാണുന്നു. പിന്നെ അതൊന്നും ഇവിടെ ചെലവാകുകയല്ല, ഇവിടെ ഇറക്കരുത് കോഴ്സൊന്നും. മനസ്സിലായോ? ആത്മീക ഫലമില്ലാതെ കൃപാവരം ജ്വലിപ്പിച്ചാൽ അത് ദൈവികമല്ല. ആത്മീക ഫലം ഉണ്ടായിരിക്കണം. വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയുന്നത്. ആത്മീക ഫലം നമുക്കറിയാം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. തെറ്റിക്കുകയാണല്ലോ. ഈ ദൈവദാസന്മാർ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ ചടയെന്ന് എഴുന്നേറ്റ് പറയണം. ഈ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ അത്ര നല്ലതല്ല. ചട ഇതിൽ ഉറപ്പുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അല്ലെ അച്ഛൻ ചോദിക്കും 10 കൽപ്പന എത്രയാണ്? എത്ര കൽപ്പന? 10, 10, 15, 15, 35 കുഴയേണ്ടി വരും. ഇത് തിട്ടമുണ്ട് കൃത്യം. ഏത് അച്ഛനല്ലേ മെത്രാം എന്ന് പറഞ്ഞാലും 10 എന്ന് പറയും. പോപ്പ് അവിടെ ഇരുന്നോണ്ട് പറയാം 10. 10 തന്നെ. അതിനെന്നാ അല്പം കൂടെ ചുണയുള്ളതിനെ പോപ്പ് ആദ്യം വായിക്കാൻ പറയും. ഇതിനെപ്പറ്റി തിട്ടമുണ്ടായിരിക്കണം. അപ്പോൾ ആത്മീക ഫലമില്ലാതെ കൃപാവരം ജ്വലിപ്പിക്കുകയാണെങ്കിൽ അത് ദൈവികമല്ല.
സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയില്ല. എല്ലാ ബുധനാഴ്ചയും പ്രവചന ശുശ്രൂഷയാണ്. അവിടുന്ന് ഇവിടുന്ന് വല്ല ആൾക്കാർ അയ്യോ അപ്പുറം ഞങ്ങളുടെ അനിയനാ, അവരുമായിട്ട് ഞങ്ങൾ 15 കൊല്ലമായിട്ട്, സ്വന്തം അനിയൻ അപ്പുറം താമസിക്കുന്ന അവനുമായിട്ട് 15 കൊല്ലമായിട്ട് മിണ്ടുന്നില്ല. എല്ലാ ബുധനാഴ്ച ഇവിടെ പ്രവചനം, അല്ലെ എല്ലാ ചൊവ്വാഴ്ചയും, അല്ലെ എല്ലാ തിങ്കളും, അല്ലെ അങ്ങനെ വേറിട്ടുണ്ടല്ലോ. അവരുമായിട്ട് മിണ്ടുകയില്ല. അനന്തോ ആത്മാവാ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. പിന്നെ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായിരുന്നു. വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയുന്നത്. ഫലം ഉണ്ടായിരിക്കണം. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാർ നുഴഞ്ഞു കയറിയ സഭയ്ക്കകത്തുണ്ട്. ഒന്ന് കള്ളപ്രവാചകന്മാരും, 2 ദുരൂപരാഷ്ട്രക്കന്മാർ. ഇവരെ 2 പേരെ സൂക്ഷിച്ചോണം, വളരെ വിവേചിച്ചോണം. ചതിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇപ്പൊ ചിലരെ വണ്ടി നമ്പരൊക്കെയാ പ്രവചിക്കുന്നത്. എന്നെ ആത്മീയമാണെന്ന് എനിക്കറിയാമല്ല. വണ്ടി നമ്പര് KL4 4814 അതിനാ ഉണർവുണ്ടാകാനാ? എനിക്കൊന്ന് ഗതാഗത മന്ത്രിയാക്കുന്നതാണ് നല്ലത്. വണ്ടി നമ്പര്, സ്തോത്രം. പിന്നെ അത് ഇതുപോലെ പേരെല്ലാം വിളിച്ച് പറയുന്നു. പേര് പറയുന്നതിന് ഞാനെതിരല്ല. സ്തോത്രം. പിന്നെ ചെല്ലിങ്ങനെ കൃത്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. വളരെ സൂക്ഷിച്ചോണം. ഈ ചിലർക്ക് ചിലരുടെ കാര്യം മാത്രമേ വെളിപ്പെടുന്നുള്ളൂ. സ്തോത്രം. അച്ചായൻ പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രൊജക്റ്റുകൾ കാണുന്നു, ചില ബിസിനസ് മേഖലകൾ. എന്നപ്പോൾ ആ റബ്ബർ വെട്ടുന്ന ഒരുത്തം പറഞ്ഞാൽ ഇത്ര കത്തി കാണുന്നില്ലല്ലോ. അവൻ റബ്ബർ വെട്ടുന്ന കത്തി അത് കാണുന്നില്ലേ? ഒരു കത്തി പിടി ഒടിഞ്ഞെന്ന്, ഒരു കത്തി പിടി ഒടിയാത്തത് ഞാൻ കാണുന്നു. അതിനെ കാണാതെ തെങ്ങിന് തടവെടുക്കുക, പറമ്പിൽ പണിയുന്ന അപ്പച്ചൻ 2 മമ്മട്ടി ഒരു കൊട്ടയും കാണുന്നു. അതിനെ കാണാതെ കാണുന്നതെല്ലാം അച്ചായൻ ഫ്ലൈറ്റേ പോകുന്നതായിട്ട് കാണുന്നു. അതിനെ വള്ളത്തെ കയറി പോകുന്ന കാണാത്തെ. വള്ളം മുക്കിയോ? അങ്ങനെയുള്ള കാര്യങ്ങളെ പലരും വളരെ സൂക്ഷിക്കണം. സ്തോത്രം. കള്ളപ്രവാചകന്മാരും ദുരൂപരാഷ്ട്രക്കന്മാരും വർദ്ധിച്ചു വരുന്നു. ഞാൻ ആ ഭാഗം 1-2 കാര്യങ്ങൾ പറയും. ദുരൂപരാഷ്ട്രക്കന്മാരുടെ പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം നിങ്ങൾ ഓടിച്ചൊന്ന് പഠിച്ചാൽ ഈ ദുരൂപരാഷ്ട്രക്കന്മാർക്ക് ഒരു 10 ലക്ഷണം അവിടെ പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷണം. അത് അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ. അപ്പോൾ ഇവരുടെ 1-ാമത്തെ ലക്ഷണം നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവരും. അതാണ് 1-ാമത്തെ ലക്ഷണം. നേരത്തെ ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യവും മാമൂലുമല്ല പതുക്കെ ഇതിനകത്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ട് ചിന്തിക്കുന്ന നല്ലതാ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവരും. അതൊത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഇപ്പൊ പറയാൻ നേരമില്ല. ഞാൻ കൂടെ പലതും പറയുന്നതാ. കല്യാണം കഴിയുമ്പോൾ വലത്തുകാല് വെച്ച് കയറണം. 2 കാലും ദൈവം തന്നതല്ലേ. സ്തോത്രം. വലത്തെ കാല് മാത്രമാണ് നല്ലതെങ്കിൽ ഒറ്റക്കാലെ നമ്മളെ സൃഷ്ടിച്ചാ പോരെ. 2ഉം നല്ലതാ. സ്തോത്രം. ഈ ദുരൂപരാഷ്ട്രക്കന്മാർ, ഇപ്പൊ ഒത്തിരി ദുരൂപരാഷ്ട്രക്കന്മാർ രംഗത്തുണ്ട്. ഭയങ്കര പ്രസംഗവും
ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന പല ആൾക്കാരെ നമുക്കറിയാം. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇങ്ങേർക്ക് ഈ ബർത്ത്ഡേ ഓടി ഇതിനും വേണ്ട പുസ്തകം പഠിക്കാഞ്ഞിട്ടാ, അത് തെറ്റാ. അന്നേ ദിവസം ദൈവത്തിന് മഹത്വം കൊടുക്ക്, പ്രാർത്ഥിക്ക് ദൈവത്തെ. ഇതങ്ങനല്ലല്ലോ, കേക്ക് വല്ല മേടിച്ച് വെച്ച് മെഴുകുതിരി എല്ലാം കത്തിച്ച് ഊതിക്കെടുത്തി. എനിക്ക് തോന്നി പിന്നെ വയസ്സിൻ്റെ അനുസരിച്ചാണോ മെഴുകുതിരി, കാരണം 4ഉം 5ഉം ഒക്കെ അങ്ങനെയാണെങ്കിൽ 90 എന്ന വലിയപ്പൻ എത്ര മെഴുകുതിരി കത്തിക്കണം? 90 മെഴുകുതിരി ഊപ്പാട് വരും. ആവശ്യമില്ലാത്തതെല്ലാം സഭയ്ക്കകത്ത് നുഴയിച്ചു കൊണ്ടുവരിക. കല്യാണം കഴിക്കുമ്പോൾ കച്ച പെന്തിക്കോസുകാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പാസ്റ്റർമാർ വരെ അനുകൂലമാണല്ലോ. മേടിക്കട്ടെ, കൊടുക്കട്ടെ, കുറി കൊടുക്കട്ടെ, കുറി മേടിക്കട്ടെ. ഇതെല്ലാം പഴയത് ഇങ്ങോട്ട് കയറുക. പഴയത് കയറ്റുക, നുഴയിച്ചതിനകത്ത് കയറ്റുക പലതും. അത് പാടില്ല. ആട്ടെ, നിങ്ങളുടെ മുഖമൊക്കെ വല്ലാതെ മാറുന്നു. എനിക്കത് വിഷയമല്ല, എന്നാലും നമ്മൾ സമയത്തെയും കൂടെ ഒന്ന് നോക്കണമല്ലോ. ഇവരുടെ ലക്ഷണമാണ്. അപ്പൊ ഒന്ന്, നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് ഇവരുടെ ലക്ഷണം ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് വിശ്വാസികളെ കച്ചവടമാക്കി മാറ്റും. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറയും. എങ്ങനെങ്കിലും അവന്റെ പോക്കറ്റിരിക്കുന്ന കാശ് നമ്മുടെ പേഴ്സിൽ വരണം. ദുരുപദേശകന്മാരുടെ രീതി അതാ. സ്തോത്രം. ഇത് കൗശലമാണ്. കൗശല ബുദ്ധിയുള്ളവരുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് എന്നെ എങ്ങനെ ഇരിക്കുന്ന ഞാൻ പിള്ളേരുടെ വിഷയം ഓർത്ത് ഉടനെ അവർ ചോദിക്കും, എന്നെ പിള്ളേർക്ക് തന്നെ. അപ്പം പിന്നെ വിഷയം പറയും. അപ്പം മനസാക്ഷി ഉള്ളവരാണെങ്കിൽ ഈ ഇരിപ്പ് ദൈവസന്നിധി ഇരിക്കുകയാന്നല്ലോ. ഇന്നലെ ഞാൻ എവിടെയോ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പണ്ട് ജോലി ചെയ്ത ആള് ജോലി കഴിഞ്ഞ് വന്നപ്പം മുതലാളിയുടെ ഭാര്യ, മുതലാളി ഒരു മനസാക്ഷി ഉള്ളവനാ, മുതലാളിയുടെ ഭാര്യ ഈ ചെറിയ കണ്ണൻ ചേമ്പ് പുഴുങ്ങിയത് കൊടുത്തു. അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ. അപ്പോൾ ഈ ജോലിയുടെ ക്ഷീണവും വിശപ്പും എല്ലാം കൂടെ ഉണ്ട്. പുള്ളി ചേമ്പെടുത്ത് പെട്ടെന്നെടുത്ത് വായിലിട്ടപ്പോൾ നല്ല ചൂട് ചേമ്പായിരുന്നു, തൊണ്ടയെ പറ്റിയിരുന്നു അണ്ണാക്ക്. അപ്പം ഇതിറങ്ങുന്നുമില്ല, കഴിക്കാനും ഈ ആകെ വെപ്പറാള്. അപ്പോൾ പുള്ളി ഉടനെ, അപ്പം മുതലാളി ചോദിച്ചു, എന്നാടാ കറിയാക്കുട്ടി മിണ്ടാതിരിക്കുന്നത്? ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ വീട്ടിലെ കാര്യം ഓർത്തിരിക്കുകയാണ്. വീട്ടിലെ കാര്യമല്ല, ചേമ്പകത്ത്. പക്ഷെ പുള്ളി ബുദ്ധിയോടെ ഞാൻ വീട്ടിലെ കാര്യം. ഉടനെ മുതലാളി ഭാര്യയോട് പറഞ്ഞു, എടി കുറച്ച് ചേമ്പൂട് എടുത്ത് അവന് പൊതിഞ്ഞു കൊടുക്ക്, പിള്ളേർ വീട്ടിൽ. എങ്ങനെയുണ്ട് കൗശലം കണ്ടോ? എന്നാൽ മുതലാളിയോട് പറഞ്ഞാൽ പോരെ, ഞാൻ പെട്ടെന്ന് എടുത്ത് വിഴുങ്ങിയപ്പോൾ തൊണ്ടയെ പറ്റിയിരിക്കുക എന്നല്ല, പുള്ളി കൗശലത്തോട് പറഞ്ഞു, ഞാൻ വീട്ടിലെ കാര്യം ഓർത്തിരിക്കുകയാണ്. കൗശല ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. ഈ ദുരുപദേശകന്മാർക്ക് അങ്ങനെ കൗശല ബുദ്ധി. നിങ്ങളെ ശ്രദ്ധിച്ചേ, എത്ര കിട്ടിയിട്ടും അവർക്ക് മതി വരുന്നില്ലല്ലോ. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, ഇടാവുന്ന ബാങ്കിലെല്ലാം ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്വത്ത് എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കുണ്ട്. 4ഉം 5ഉം വീടും വലിയ ടൗണുകളിൽ ഫ്ലാറ്റും പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരുണ്ട്. ഞാൻ എതിർക്കുന്നില്ല. എന്നാലും അവരെ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരുടെ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരുടെ, എല്ലാവരുടെയും കാര്യമല്ല. സ്തോത്രം. നമുക്ക് നമ്മുടെ സഭാഗോളിൻ്റെ ഗേറ്റ് ഒന്ന് വെക്കണമെന്നുണ്ട്. നമുക്ക് വിഷയം വെച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം. അന്നേരം യാതൊരു ഗതിയില്ലാത്തവനായിരിക്കും കയറി കേൾക്കുന്നത്. കൗശല ബുദ്ധി കണ്ടോ? സ്തോത്രം. ഇങ്ങനെ നിങ്ങളെ വാണിഭമാക്കും.
കച്ചവട ചരക്കാക്കി മാറ്റും ദുരൂപരാഷ്ട്രക്കാരന്മാർ. വളരെ ദൈവമക്കൾ സൂക്ഷിക്കണം. ആർക്കെങ്കിലും ഒരു രോഗസൗഖ്യമുണ്ടായി ഉടനെ അത് പിന്നെ അങ്ങ് പരസ്യപ്പെടുത്തുക. അതായിരിക്കും ഈ പുള്ളി ചെല്ലുന്നതിന് മുന്നേ അവിടെ കൂടെ കാണിക്കും. ഇല്ല, ഇതെടുത്ത് എറിഞ്ഞ പുള്ളി എന്തുവാ പറഞ്ഞത്, നടക്കാൻ മേലാത്തവർക്ക് ഇത് വെക്കുന്നുണ്ടല്ലോ, ഊന്നുവടി. അത് ഞാൻ പറഞ്ഞാൽ തെറ്റും, അതുകൊണ്ടാ. പുള്ളി അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ ഇതായിരിക്കും ന്യൂസ് മുഴുവൻ ഉള്ള മാധ്യമങ്ങളിലെല്ലാം വടിയെടുത്തെറിയുന്നതും അരയെ കെട്ടിയ ബെൽറ്റ് അടിക്കുന്നത്. അത് ഒരാടെ നടന്നതാ. ഇത് വെച്ചായിരിക്കും മുഴുവൻ കേസും. ആംബുലൻസെ കൊണ്ടുവരുന്നു. അയ്യോ, രോഗികളെ ആംബുലൻസിൽ ആദ്യം ചിന്തിക്കണം, ഈ ആംബുലൻസ് എവിടുത്തെയാ, ഇതേത് ഹോസ്പിറ്റലിലെയാ, അതോ ഇത് വ്യക്തികടയാണോ, ഈ കിടക്കുന്ന പുള്ളി എവിടുന്ന് വന്നതാ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഒത്തിരി ബിസിനസ്സായി ഇത് മുഴുവൻ. ചിലരെ ഇവർ തമ്മിലൊരു ധാരണയുണ്ട്. അങ്ങനെ വലിയ കൃപാവര പ്രാപ്തന്മാരെ നമുക്കെന്നാ മെഡിക്കൽ കോളേജിലോട്ടൊന്ന് 7ാം വാർഡിലൊക്കെ കയറ്റുന്ന വളരെ നല്ലതാണ്. ഇവരൊന്ന് കയറി ഇറങ്ങിയാൽ മതി, എത്രയോ പേർക്ക് ആശ്വാസം. സ്തോത്രം. ഭാഗം വിവരിക്കുന്നില്ല. ഞാൻ രോഗശാന്തിക്കെതിരല്ല. യേശു അന്നും ഇന്നും എന്നും സൗഖ്യത്തിന്റെ ഉറവിടമാണ്. അവിടുത്തെ അടുക്കൽ വന്ന ആരും അവൻ വെറുതെ വിട്ടിട്ടില്ല. പക്ഷെ ഇത് ബിസിനസ് ആക്കരുത്, കച്ചവടമാക്കരുത്. അപ്പൊ ഈ ദുരൂപരാഷ്ട്രക്കാരന്മാർ ഇത് കച്ചവടമാക്കും, വാണിഭം. ഈ ഒരു പേര് പറഞ്ഞാണ് ഇവര് കസർത്തെല്ലാം നടത്തുന്നത്. ഇവരുടെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, ധാർഷ്ട്യക്കാരും തന്നിഷ്ടക്കാരും മഹിമകളെ ദൂഷിക്കുന്നവരാ. 11ാമത്തെ വാക്യം വേറൊരാൾ വായിച്ചേ. 11ാം വാക്യം. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദൂഷിപ്പാൻ മഹിമകളെ ദൂഷിക്കും. കണ്ടോ, ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാര്. ഈ ദുരൂപരാഷ്ട്രക്കാരുടെ പ്രകൃതിയാ ധാർഷ്ട്യം. തന്നിഷ്ടക്കാര് അവരുടെ സ്വന്തം ഇഷ്ടത്തിനാ. വേറെ പുസ്തകമല്ല അവരുടെ അടിസ്ഥാനം. നമ്മൾ ചോദിക്കും, പാസ്റ്ററെ അത് വേറെ പുസ്തകത്തില്ല. വേറെ പുസ്തകത്തിലൊന്നും ഇല്ല, ഇപ്പം ഞാനങ്ങ് ചെയ്യാനാ. അല്ലത് വേറെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തില്ല, അത് വിഷയമല്ല. തന്നിഷ്ടക്കാരും ധാർഷ്ട്യമുള്ളവരും അവർ ധാർഷ്ട്യത്തോടെ സംസാരിക്കൂ. അതിലെ പണ്ടൊരുത്തനോട് ഉപദേശം ചോദിച്ചപ്പോൾ അത് വേറെ പുസ്തകത്തിൽ ഇത് എവിടാ വാക്യം, അവൻ്റെ ശിങ്കിടി പറഞ്ഞ് വാക്യം കാണിച്ചു തരാമെന്ന്. സ്റ്റേജിൻ്റെ പുറകെ കൊണ്ടുവന്ന് വെച്ച് 2 ഇടി അടിനാവി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇനിയും വാക്യം വേണോ, തെളിവ് വേണോ എന്ന്. ഇനി ഒരു തെളിവും വേണ്ടെന്ന്. എങ്ങനുണ്ട്? തെളിയിക്കുക. സ്റ്റേജിൻ്റെ പുറകെ കൊണ്ടുവച്ച് നല്ല താങ്ക് 2 എണ്ണം. ഇനിയും തെളിവ് വേണമെന്ന്. പുള്ളി പറഞ്ഞു, ഇടി ഉണ്ടാവും പറഞ്ഞു, ഒരു തെളിവ് ഇനിയും വേണ്ട. എന്നപ്പോൾ ഇനി ആർക്കെങ്കിലും തെളിവ് വേണേ അവരെ ഇങ്ങോട്ട് വിട്ടേക്കാൻ. വേറെ പുസ്തകം തെളിയിക്കുക. അതെ, ധാർഷ്ട്യക്കാരും തന്നിഷ്ടക്കാരും. അനീതിയുടെ കൂലിയാ അനുഭവിക്കുന്നത്. നീതിക്ക് നിരക്കാത്തതൊന്നും നമ്മുടെ കൂടാരത്തിലും കയ്യിലും വരരുത്. കൈ വെടിപ്പായിരിക്കണം. സ്തോത്രം. നീതിക്ക് നിരക്കാത്തതൊന്നും കാണരുത്. അനീതിയുടെ കൂലി അനുഭവിക്കരുത്. സ്തോത്രം. ഈ ന്യായമായിട്ടുള്ളത് അനുഭവിക്കാവൂ. ചിലരൊക്കെ, ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമാണ്, ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല, ലോട്ടറി എടുക്കുക. ഒരു ജോലിക്കും പോകുകയല്ല, ചുമ്മാ സന്ധ്യയാകുമ്പോൾ ടൗണിലോട്ട് ഇറങ്ങി ലോട്ടറി എടുക്കുക. രാത്രി അടിക്കണേ. ഒരു ജോലിക്കും പോകുകയല്ല. ചില പറയുന്ന ഒരു പണിയില്ലെന്നാ, നിനക്ക് ഞാൻ പണി മേടിച്ചു തരാം. എന്തും വേണ്ട ജോലിയാ അല്ലേ? ഒരു ജോലിക്കും പോകുകയല്ല. എന്നാൽ വീട്ടിലെ ജോലി എന്തെങ്കിലും ചെയ്യുക, അതും ചെയ്യുകയല്ല. ചുമ്മാ രാവിലെ കസേര ഇങ്ങനെ നിന്ന് കാലും വിറപ്പിച്ചിരിക്കുക.
എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ചെല്ലു പറഞ്ഞ് ഇന്നാളത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഉപദേശമാർക്കൊരു നല്ല ജോലിയുണ്ട്, ഞങ്ങൾക്ക് നല്ല പിടിപ്പത് ജോലിയാണ്. വചനത്തിലും ഉപദേശത്തിലും നന്നായിട്ട് അധ്വാനിക്കണം. ഇല്ല നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ സമ്മതിച്ചു തരുമോ? സമ്മതിക്കുകയല്ല. നന്നായിട്ട് അധ്വാനിക്കണം. 2 പോയിന്റുമായിട്ട് നടുക നടന്ന കാര്യം നടക്കുമോ? ആകെ 2 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ബന്ധനമുണ്ട്, ഇളകി നടക്കല്ല, ഒന്നും നടക്കുകയല്ല. നന്നായിട്ട് അധ്വാനിക്കണം. വേറെ പുസ്തകം വായിക്കണം, ഒത്തുവാക്യങ്ങൾ കണ്ടുപിടിക്കണം, അതിനോടനുബന്ധിച്ചുള്ള പുസ്തകങ്ങൾ കാണാം, അത് ചിലപ്പം വായിക്കണം, പ്രാർത്ഥിക്കണം, മുമ്പ് രാവിലെ കേട്ടതുപോലെ ധ്യാനിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. വിശ്വാസ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതൊക്കെ അധ്വാനമല്ലേ? ജോലി ചെയ്യാത്തവൻ തിന്നരുതെന്ന പുസ്തകത്തിലെ പ്രമാണം. ജോലി ചെയ്യാത്തവൻ നിങ്ങൾക്കിപ്പം എന്നോട് എങ്ങനെ മനസ്സെന്നറിയത്തില്ല, എനിക്കാണെങ്കിൽ അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. ജോലി ചെയ്യണം, സ്തോത്രം, നന്നായിട്ട് ജോലി ചെയ്യണം. അത് വേദപുസ്തക വിഷയമാണ്. അങ്ങനെ അല്ലാത്ത അന്നേരം ചുമ്മാ ചെല്ലുപയ്യോ വെറുതെ ഇരിക്കുന്നത്, എനിക്ക് സങ്കടം വരും. വെറുതെ ചുമ്മാ ഇരിക്കുക, വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്, എന്നാലും വെറുതെ ഇങ്ങനെ തെക്കോട്ട് നോക്കിയിരിക്കുക. ആരാ പോകുന്നത്? പുരുഷനെ സ്ത്രീവാന്ന് തോന്നുന്നു. ആ ചെരുപ്പ് കുതി ഒത്തിരി പൊങ്ങിയ ചെരുപ്പാന്ന് തോന്നുന്നു. ഉണ്ടോ? വെറുതെ മെനക്കെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ ചില വീടുകളിൽ എന്ത് ജോലിയുണ്ട്, അവരുടെ കണ്ണിലത് ഒന്നും പെടുകയില്ല. തുണിയെല്ലാം കൂട്ടി കൂറ കുത്തിയിരിക്കുക, കഴുകുകയില്ല. ഇപ്പോഴാണ് മിക്ക വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട്. എന്നാൽ അത് പെറുക്കിയാലോട്ടിട്ട് ഒരു ഞെക്കിയാൽ പോരെ, വെള്ളം തന്നെ വന്നോളൂ, അത് കിടന്ന് അടിച്ച് എന്നാലും ചെയ്യുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, തുണി കഴുകിയിട്ടത് 5 ദിവസമായി, അതവിടെ കിടന്ന് 5 ദിവസത്തെ മഴയും കൊണ്ട് 5 ദിവസത്തെ വെയിലും കൊണ്ട് ഇപ്പൊ കരിക്ക് കുത്തിയിടാം. ഉണ്ടോ? ഇതൊക്കെ ഈ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കണ്ടേ? രാവിലെ തുണി കഴുകിയിട്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും കാര്യം പൊതുവിലായി പറയുന്നത്, നിങ്ങളൊക്കെ അല്ലെങ്കിലും പുള്ളിക്ക് എന്നെ കാണുമ്പോൾ ഇച്ചിരി ഇളക്കാം എന്നല്ല, അത് നല്ല രീതിയിൽ ചിന്തിക്കണം. രാവിലെ തുണി കഴുകിയിട്ടു, ഇന്നത്തെ രീതി അനുസരിച്ച് ഒരു ഉച്ചയാകുമ്പോൾ അത് മിക്കവാറും ഉണങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ അത് എടുത്ത് മടക്കി, ഇല്ലേ എൻ്റെ ക്രമം? ഇത് 24 മണിക്കൂറും എന്തുകൊണ്ട് വിശേഷം? പിന്നെ എന്നാ ഉണ്ട്? ആണല്ലേ? വേറെ എന്തുകൊണ്ട്? നിങ്ങളുടെ അപ്പുറത്തുകാർ അവിടെ നിന്ന് മാറിയോ? ഇല്ല, അവർ മാറുന്നെന്ന് ഇങ്ങനെ പറഞ്ഞു. ലക്ഷണം കണ്ടിട്ട് മാറുന്നില്ലെന്നാ തോന്നുന്നത്. അമ്മ എങ്ങനെയുണ്ട്? പഴയ മൂശാട്ടത്തരമൊക്കെ ഇപ്പോഴും ഉണ്ടോ? വേറെ എന്നാ ഉണ്ട്? അന്നേരം കഴുകിട്ടിയ തുണിയെ കാക്ക വന്നിരുന്ന് കാറ്റിച്ചു, വീണ്ടും കഴുകാൻ പോവുക. സമയനഷ്ടം, കഴുകുന്ന പെത്തപ്പാട്, സോപ്പ് നഷ്ടം. എന്നുവെച്ച് ഭർത്താവിനോട് പറയാ, വൈകിട്ട് വരുമ്പോൾ 2 കിലോ സോപ്പ് പൊടിയും കൂടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തെല്ലാം ജോലിയുണ്ട് വീട്ടിലെ, സ്തോത്രം. കട്ടിപ്പണി ചെയ്യണ്ട, നീ കയ്യാല കെട്ടുകൊന്നും വേണ്ട. പാസ്റ്റർ പറഞ്ഞ ജോലി ഇങ്ങോട്ട് കയ്യാല കൊട്ടയും തൂമ്പാഴക്ക് ഞാൻ കയ്യാല കെട്ടാൻ പോവാ. കയ്യാല ഒന്നും നീ കെട്ടണ്ട, നിന്നെ കൊണ്ടാകുന്ന ജോലിയില്ലേ? ഇല്ലേ? മിണ്ടുന്നില്ലല്ലോ ആരും. സ്തോത്രം. കൊച്ചു പെൺപിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ്ടേ? എടി ആ ഗ്ലാസ് പപ്പ കുടിച്ച അപ്പ കുടിക്കുന്ന ഗ്ലാസ് എടുത്ത് കഴുകി വെച്ച് പറയരുതോ? അവള് കുടിച്ചതും കൂടെ അമ്മ കഴുകണം. ഞങ്ങളുടെ അമ്മ ആയിരിക്കണം കപ്പെടുത്ത് ഒറ്റ ഏറെ എറിയുള്ളൂ നിന്റെ ഉച്ചക്കിട്ട്. അയ്യോ, അമ്മ ചെയ്യുമായിരുന്നു. ഞാൻ ഏറെ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നത്.